ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ വിഷയം എന്താണെന്നറിയോ? നമ്മൾ ഒരുപാട് ജിമെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പല ആപ്പുകളിലുണ്ടാവും. അതൊക്കെ നമുക്ക് ഏത് രീതിയിൽ ആവശ്യമില്ലാത്ത ആപ്പുകളിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ നമ്മളെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പം പലതരം ആപ്പുകളുണ്ടാവും. അപ്പോൾ ഈ ആപ്പുകളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടോ ജിമെയിൽ അക്കൗണ്ടോ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ആപ്പ് എടുത്തു കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്നില്ല, ആ കൊടുത്ത ജിമെയിൽ അവിടെ തന്നെ കിടക്കും. അപ്പോൾ നമ്മളുടെ മൊബൈലിന്റെ ടോപ്പ് ബാറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ കാണാം. ഈ മെസ്സേജുകളൊക്കെ എവിടുന്നാ വരുന്നത് നമ്മൾക്ക് പോലും തിരിയില്ല. അപ്പോൾ ഇത് നമ്മൾ കൊടുത്ത ഇമെയിൽ ഉണ്ടല്ലോ, അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ആ കമ്പനീന്റെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചുകൊണ്ടിരിക്കും, നമുക്ക് ഡിസ്റ്റർബൻസ് ആവും. ഇതിനെ കൊണ്ടുള്ള വേറൊരു കുഴപ്പം എന്താണെന്നറിയോ? നമ്മളുടെ ഇമെയിൽ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായി പോകും. അപ്പോൾ ഓരോന്നായിട്ട് ഏതൊക്കെ ആപ്പാണ് എന്നുള്ളതും അത് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം ജിമെയിലിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആരും അത് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ജിമെയിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്പിൽ നിന്നുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം വീഡിയോ തന്നെ കാണാം. ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈൽ പോയി നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് സെറ്റിങ്സുകൾ നിങ്ങൾ കാണാൻ പറ്റും. ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്നതിൽ നിങ്ങൾ എന്താക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇത് സ്ക്രോൾ ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യുവർ കണക്ഷൻ ടു തേർഡ് പാർട്ടി ആപ്പ് ആൻഡ് സർവീസ്. ഇതിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി ആപ്പ് ഏതൊക്കെയാണോ ഉപയോഗിച്ചത് അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ മൊത്തത്തിൽ നിങ്ങൾ ഏതൊക്കെ ആപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നറിയാൻ സീ ഓൾ കണക്ഷൻസ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ആപ്പിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ച് കയറിയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ ആ ആപ്പ് നിലനിർത്തി ബാക്കിയുള്ള ആപ്പുകളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിന്റെ ഹെഡ് ബാറിൽ എപ്പോൾ മെസ്സേജ് കൂടുതൽ കാണുന്നത് അതുകൊണ്ടാണ്. ഇതുപോലുള്ള ആപ്പുകളിൽ നിന്നും ഒരുപാട് മെസ്സേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. വേണ്ടാത്ത ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ ആ ആപ്പ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾ ഡിലീറ്റ് ഓൾ കണക്ഷൻ ദാറ്റ് യു ഹാവ് വിത്ത്, പിന്നെ നമ്മളുടെ ഏതാണ് ആപ്പിന്റെ പേരായിരിക്കും അവിടെ ഉണ്ടാവുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഡിലീറ്റിന് കൺഫർമേഷന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫേം എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഈ ആപ്പ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാനത് കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യുന്നില്ല, ഞാനത് ക്യാൻസൽ അടിക്കുകയാണ്. നിങ്ങളത് കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പുകൾ ഏതാണോ ആ ആപ്പ് അവിടെ നിന്ന് പോകും. ആ ആപ്പ് അവിടെ നിന്ന് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ആപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ വരുന്ന മെസ്സേജിന്റെ ഡിസ്റ്റർബൻസ് പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ബൈ.